സേവിക്കേണ്ട മഹിമയെന്ന് പറഞ്ഞു കൊടുക്കണം. ഇതിനാണ് ഈ പതിനൊക്കെ ഭഗവാൻ കൊടുത്തത്. പതിന് ഹിന്ദുസ്ഥാനത്ത് ആരാ കൊടുത്തത്? തന്നെ ആളെ മറന്നുപോയി. ഭഗവാനാണ്. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് മന്ത്രിസ്ഥാനം കിട്ടിയതെങ്കിൽ ഈ കിട്ടിയ പദവി കൊണ്ട് ഗുരുവായൂർ ദേവസ്വം മെമ്പറായി. ആരാ മെമ്പറാക്കിയത്? ഗുരുവായൂരപ്പൻ മെമ്പറാക്കിയതല്ലേ കേൾക്കുന്നത്? ദേവസ്വം ചെയർമാൻ ഗുരുവായൂരപ്പനാണ് ചെയർമാനാക്കിയതല്ലേ? അദ്ദേഹം ഗുരുവായൂരപ്പനെ സേവിക്കാണ്. സേവിക്ക് വരുന്ന ആൾക്കാർക്ക് സേവിക്കാനുള്ള മാർഗത്തെ പറഞ്ഞു കൊടുക്കലാണ്. തൊഴാൻ പോകുന്ന ആൾക്കാർ തടയുന്ന ആൾക്കാരല്ല, തൊഴാൻ പോകുന്ന ആൾക്കാര് നല്ല വഴി കാണിച്ചു കൊടുത്ത് അവരെ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിപ്പിച്ച് അത് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ്. അതിനെ ഭഗവാൻ ഈ പദവി കൊടുത്തത്. നമുക്ക് ഓരോ പദവി കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ കിട്ടിയ പദവി അച്ഛനായാൽ അച്ഛൻ എന്ത് ചെയ്യണം? അമ്മയായാൽ അമ്മ എന്ത് ചെയ്യണം? ഈശ്വരനെ സ്നേഹിക്കേണ്ട മാർഗമാണ്. ഇതാ രാജാക്കന്മാരും ചെന്ന രാജാക്കന്മാർ ചെയ്താൽ ജനങ്ങളെ മുഴുവൻ സന്തോഷിച്ചാൽ രാജ്യവും സന്തോഷിക്കും. ഭാഗവതം പറയുന്നു. അതും രാജ്യം രാജ്യവും സന്തോഷം എങ്ങനെയായാല് പ്രജാസ്തു ജനങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി സന്തോഷാൽക്കുല്യ വസ്തു. ഈ വിഷമാണ്. ഏതാണ്ട് വിഷമാണെങ്കിലും ഈ വിഷമത്തെ മർദ്ദിക്കുന്നതാണ് ഭഗവാന്റെ കഥകള്. മറ്റെല്ലാ ദുഃഖത്തെയും ഇല്ലാതാക്കുന്നതാണ് ഭഗവാന്റെ കഥകള്. അതാണ് കേട്ട് കഴിഞ്ഞാൽ സന്തോഷമാകുന്നു. സന്തോഷമായാൽ ഉള്ളിന്നും വരുന്ന ഭാവമാണ് പുഞ്ചിരി. ഇപ്പൊ പല്ല് കാണിക്കുന്നുള്ളൂ. ഉള്ളിന്നും വരുന്ന ഭാവമാണ് പുഞ്ചിരി. ആ പുഞ്ചിരി ഉണ്ടാവണമെങ്കിൽ ശ്രീകൃഷ്ണൻ സന്തോഷിക്കണം. അപ്പൊ ആ വിരഹ ദുഃഖം വാസ്തവം അവിടേക്കും ദുഃഖമില്ലാത്ത അവസ്ഥയ്ക്കായിരുന്ന ശ്രീകൃഷ്ണ വിരഹ ആതുര. ശ്രീകൃഷ്ണ വിരഹം കൊണ്ട് ദുഃഖിതകളായ ഭഗവത് പത്നിമാരു പോലും ഭഗവാൻ പെട്ടെന്ന് പോയി എല്ലാവരെയും നശിപ്പിച്ചിട്ടാണ്. എന്ന് രാമനാണെങ്കിൽ സമുദ്രതീരത്ത് പോയി തൻ ശരീരത്തെ ആദ്യ അനന്തമൂർത്തിയായി പോകും ചെയ്തു. ഭഗവാനും എല്ലാവരും പോയി എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ എല്ലാവരും നോക്കി നിൽക്കുകയും ആ ദേവന്മാരെ കണ്ണടയ്ക്കാതെ നോക്കി നിന്നപ്പം ഭഗവാൻ തന്റെ കണ്ണ. അപ്പൊ പത്നിമാർക്ക് തവണ ദുഃഖം. എത്രയൊക്കെ കാലം ഒന്നിച്ച് ജീവിച്ചാലും വിരഹം വരുമ്പോഴാണ് ഒന്നിച്ച് ജീവിച്ചതിന്റെ മഹത്വം എന്താണെന്ന്, ദുഃഖം വരുമ്പോഴാണ് അറിയാം. ഇത്രയും കാലം ഒപ്പം ഉണ്ടായിരുന്നെങ്കിലും അത് ഇപ്പൊ അവർക്ക് മനസ്സിലായി. ഭഗവാനാണ് അറിഞ്ഞപ്പോഴാണ് വിഷമം വന്നുള്ള പത്നിമാര്. അതും അവർക്ക് വല്ലാത്ത വിഷമം. ഭഗവത് പത്നിമാർക്ക് 125 വയസ്സായിട്ടാ ഭഗവാൻ ശരീരമാണ് മാത്രം ദഹിപ്പിച്ചു എന്ന് ഭാഗവതം പറഞ്ഞു. അത് എന്നിട്ടും അത്രയും കാലം ഒപ്പം ജീവിച്ചിട്ടും ഭഗവാന്റെ മഹിമ അറിഞ്ഞിട്ടും ഭഗവത് പത്നിമാർക്ക് അവർക്ക് അറിയാൻ അറിഞ്ഞുകൊണ്ടിരിക്കെ ഭഗവത് പത്നിയായ കാളിന്തിയെ ഭഗവാന്റെ പ്രധാന പത്നിമാരിൽ പെട്ടാണ് കാളിന്തി. കാളിന്തിയെ കണ്ടപ്പം കാളിന്തി കാളിന്തിയെ കണ്ടപ്പോ കാളിന്തി ആണെങ്കിലോ മുദിതാമീക്ഷ ആനന്ദിക്കുന്ന കാളിന്തിയാണ്. പത്നിമാരൊക്കെ കല്ല, ഇവര് മാത്രം പരമാനന്ദം അനുഭവിച്ച കാളിന്തി മുദിതാമീക്ഷ. കണ്ടവ ചോദിച്ചു ചോദിച്ചു ഈ മാത്രം എങ്ങനെയാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത്? ഞങ്ങളൊക്കെ കഥയാണ്, ഈ മാത്രം എങ്ങനെ സന്തോഷിക്കണു? കാളിന്തി ആ പത്നിമാരെ നമ്മളൊക്കെ കൃഷ്ണപത്നിമാർ. ഭഗവാന്റെ പത്നിമാര് 16,108 പേരാണ്. 16,107 പേര് അറിയാം.
ഞങ്ങളൊക്കെ കഴിയുമ്പം ത്വമപി ശോഭനി നീ ഇങ്ങനെ വയം വിരഹ ദുഃഖി ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിയുമ്പോ നീയെ കഴിയാതിരിക്കാനുള്ള കാരണം എന്താണ് അത് പറയുന്നതാണ്. കാളിന്തി തദ്വദ അത് പറയൂ. ദുഃഖമില്ലാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് നമ്മളോടാ പറയുന്നത്. കാളിന്തി ദുഃഖമില്ലാത്ത ആരുമില്ല. ഇവിടെ വന്നാൽ തന്നെ ദുഃഖാന്ന് ഉറപ്പാണ്. അതാണ് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം കറിയാൻ ചിരിച്ചു ആരും ചോദിക്കാറില്ല. കരഞ്ഞോന്നാണ്. ഉണ്ടായി ഭൂമിക്ക് വീണാ തുടങ്ങി ഭഗവാന്റെ മായപ്പെട്ടു. എന്താ കരയാനേ? പിന്നെ അന്ത്യാവോളം കരയാന് നീ മാത്രം സന്തോഷിക്കണം. എന്താണ് കാലം? കാളിന്തി വാക്യമദ്രവീ കരുണാപരമാനസ കാരുണ്യത്തോട് കൂടി തന്റെ പത്നിമാരൊക്കെ പറയുന്ന കണ്ടപ്പം കാളിന്തി അവരോട് താൻ സന്തോഷിക്കാനുള്ള കാരണം എന്താണെന്ന് കാളിന്തി പത്നിമാരെ അറിയിക്കുന്നു. ആത്മാരാമസ്യ കൃഷ്ണസ്യ ഭവാമാത്മാസ്തി രാശിക സസ്യാദാസ്യ പ്രഭാവേന വിരഹോസ്മാൻ ന സംസ്പൃശേൽ. കാളിന്തി പറയാണ്, ഹേ ഭഗവതിമാരെ, ആത്മാരാമനായ ഭഗവാൻ ആത്മാരാമസ്യ കൃഷ്ണസ്യ, കൃഷ്ണൻ വാസ്തവം ആത്മാരാമനാണ്. ഭഗവാൻ ആരാന്ന് ചോദിച്ചാല് ആർക്കും മനസ്സിലായിട്ടില്ല. വാസ്തുവിലേക്ക് അറിയാൻ കാരണം ഭഗവാൻ ആത്മാരാമൻ. ഭഗവാൻ ജനിക്കാൻ മറ്റൊന്നിന്റെയും ആവശ്യമില്ലാത്ത ആളാണ്. പത്നിമാരുടെ ഭഗവാൻ ജീവിച്ചില്ലേ? അവർക്ക് ആനന്ദം കൊടുക്കാനാ. ഭഗവാൻ ആനന്ദിക്കാൻ ഇവരൊന്നും വേണ്ട. ആത്മാരാമനായ ഭഗവാൻ അതുപോലെ ആയിത്തീരാൻ ഒരു ബുദ്ധിമുട്ടില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതും ഭഗവാന്റെ ആത്മാവാണ്. ഭഗവാന്റെ ആത്മാവാണ് രാധിക. അവിടെ രാധാദേവി എന്ന് പറയാറ്. രാധികാന്ന് ഭാഗവതം രാധ എന്ന പേരല്ല പറഞ്ഞിട്ടില്ല. രാധ എന്ന പേരെന്നെ ഭാഗവതം പറഞ്ഞിട്ടില്ല. രാസക്രീഡയില് ഭഗവാൻ ഒരു ഗോപിയോട് കൂടി പോയി എന്ന് പറഞ്ഞുള്ളൂ. ഏതാ ഗോപീന്ന് ഭാഗവതം അനയ ആരാധിതോ മൂലം എന്നേ പറഞ്ഞുള്ളൂ. നാരായണീയത്തിന് പട്ടേടിപ്പാടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോപി രാധാന്ന് പറഞ്ഞില്ലെങ്കിലും അവിടുന്ന് പോയ അനുഭവ രാധാ ശബ്ദമാണ് അവിടെ കേൾക്കുക. അപ്പൊ ഈ സന്തോഷിക്കാൻ ചെയ്യേണ്ടത് പ്രഭാവേന രാധയെ സന്തോഷിപ്പിക്കുക. രാധയുടെ ദാസ്യം ചെയ്യുവാൻ രാമ സന്തോഷിക്കും. പ്രഭാവേന വിരഹോസ്മാൻ ദുഃഖാവില്ല സംശയം. ഭക്തന്മാരെ സന്തോഷിപ്പിച്ചാൽ ഭഗവാൻ ഭക്തി കൊണ്ടേ ഭഗവാൻ സന്തോഷിക്കുള്ളൂ. ഭക്തന്മാരെ സന്തോഷിപ്പിച്ചാൽ ഭഗവാൻ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തയാണ് രാധയും കൃഷ്ണനും. രണ്ട് ശരീരാണെങ്കിലും പക്ഷേ രാധയെ സന്തോഷിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് വംശവിസ്താര സർവാ ശ്രീകൃഷ്ണ നായിക നമ്മളെല്ലാവരും കൂടി സർവാ ശ്രീകൃഷ്ണ നായിക. നമ്മളൊക്കെ ശ്രീകൃഷ്ണ പത്നിമാരാണ്. അവര് മാത്രമല്ല, നമ്മളൊക്കെ രുക്മിണിമാരാണ് അല്ലേ? രുക്മിണി പറഞ്ഞിരിക്കുന്നത് ജീവനാവുന്ന രുക്മിണി എന്നാണ്. പരമാത്മാവായ ഭഗവാൻ എത്തിയതാണ്. ഈ ജീവൻ പരമാത്മാവിലെത്തലാണ് കഥാരൂപത്തിൽ വന്നിട്ടുള്ളത്. നമ്മളൊക്കെ രുക്മിണിമാര് പരമാത്മാവായ ഭഗവാൻ എത്താൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചതിന്റെ സാരം.
എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഇനി ഒന്ന് അവിടെ കുറെ ശ്ലോകങ്ങളെ കൊണ്ടാണ് ഭാഗവതം പറഞ്ഞെങ്കിൽ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാല് പ്രേമരൂപിക ശ്രീകൃഷ്ണ നഖചന്ദ്രാളി ചന്ദ്രാവലി ശ്രീകൃഷ്ണ അതും ഭഗവാന്റെ വംശി, ഭഗവാന്റെ വേണു ഓടക്കുഴല്, ഭഗവാന്റെ ഓടക്കുഴലിനെ സ്മരിക്കുക. ഈ ഓടക്കുഴൽ കൂടിയിട്ട് ഭഗവാൻ ഉണ്ടാക്കുന്ന ശബ്ദം അതാണ് ഗോപികൾ പറയുന്നത്. കണ്ണുണ്ടായാൽ കാണുന്നതാണ് ഭഗവാൻ. ത്രിഭംഗി ആദ്യ ഭഗവാൻ ഒന്നുകൊണ്ട് ഒരു പരന്നനുസരിച്ച് അരഭാഗം കാത്ത് കഴിച്ച് കാല് കഴിച്ചുകൊണ്ട് ഭഗവാന്റെ സ്വരൂപം ആ വേണുവിൽ കൂടി ഭഗവാന്റെ വേദ ശബ്ദ വേണുവിൽ കൂടി വരുന്നത്. ഇത് അതിലെ ദ്വാരങ്ങളെ അടച്ചും തുറന്നും ഭഗവാൻ ഊതിയാൽ ശബ്ദം. ഭഗവാന്റെ വേണുവിന് 9 ദ്വാരങ്ങൾ. നമ്മൾ ഈ വേണുവിനോ, നമ്മൾ ഈ ശരീരമാവുന്ന വേണുവിനും. അപ്പൊ ഇതിൽ കൂടി എന്ത് ഈ ശരീരം തന്ന ഭഗവാനോട് നന്ദി പറയണ്ടേ? നമ്മൾ ചോദിച്ചു കിട്ടിയതാണോ? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭാരതഭൂമിയില് നവദ്വാരസമേതമായ ശരീരം നമ്മൾക്ക് ഗുരുവായൂരപ്പൻ തന്നു. ഇതുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കാൻ ചെയ്യേണ്ടത് ഭഗവാന്റെ വേണുവിനെ സ്മരിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ നഖങ്ങളെ സ്മരിക്കുക. ശ്രീകൃഷ്ണ നഖചന്ദ്രാളി ചന്ദ്രാവലി ഭഗവാന്റെ നഖങ്ങളെ സ്മരിക്കുക. ഭഗവാന്റെ നഖങ്ങള് അതും പൂർണ്ണ ചന്ദ്രൻ പ്രകാശിച്ചാൽ ഇരുട്ടുണ്ടാവില്ല, ചൂടുമില്ല, സുഖമായി രാത്രി നടക്കാം, എല്ലാം കാണും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ 10 നഖങ്ങളെ സ്മരിച്ചാലോ? ചന്ദ്രികയെ ഒരു നഖായിട്ടാ, പിന്നെ 10 നഖങ്ങളെ സ്മരിച്ചാലോ? 10 ചന്ദ്രന്മാരെ സ്മരിച്ചാലോ? അവിടെ അജ്ഞാനം ഉണ്ടാവില്ല. നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് ഭഗവാനെ അറിയാൻ തടസ്സമായിട്ടുള്ള അജ്ഞാനമാണ്. ഈ അജ്ഞാനം പോണം. അത് ഭഗവാന്റെ നഖത്തെ സ്മരിക്കാം. ഭഗവാൻ ഇഷ്ടമുള്ള വ്യക്തികള് രൂപാന്തരമഗ്രന്ഥാനയോ സമാവേശോ. അതുകൊണ്ട് രുക്മിണിയൊക്കെ കേൾക്കാൻ ചെയ്യാറുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഭഗവത് സന്തോഷിക്കാൻ ഭഗവാന്റെ വേണുവിനെ സ്മരിക്കാം, നഖത്തെ സ്മരിക്കാം. നിത്യായിട്ട് രുക്മിണ്യാദിസമാവേശ രുക്മിണി ചെയ്യാൻ തയ്യാറായി. രുക്മിണി തുടങ്ങിയ പത്നിമാരൊക്കെ കാളിന്തിയുടെ വാക്ക് കേട്ട മാകമവി കൃഷ്ണേന വിരഹോ നൈവ സംവദ. ഇങ്ങനെ സ്മരിക്കാൻ പുറപ്പെട്ടാൽ വിരഹോ നൈവ, വിരഹ ദുഃഖം. ഭഗവാന്റെ വേണു സ്മരിക്ക, ഭഗവാന്റെ നഖത്തെ സ്മരിക്ക, ഭഗവാന്റെ പീലിയെ സ്മരിക്ക, എന്തെങ്കിലും സ്മരിക്ക. നിങ്ങളും അത് ചെയ്യുന്ന ഞാനിത് സ്മരിച്ചുകൊണ്ടാണ് നിങ്ങളും ഇത് ചെയ്യൂ. ഏവമേവ അത്ര ഗോപീനാമക്രൂരാവസരേ ഗോപികള് വിരഹം കൊണ്ട് കരയും. എപ്പോഴാന്ന് ചോദിച്ചാൽ ഏവമേവ അത്ര ഗോപീനാമക്രൂരാവസരേ. അക്രൂരൻ വന്ന് രാമകൃഷ്ണന്മാരെ വധനെ കൊണ്ടു. ഭഗവാന് 11 വയസ്സായപ്പോഴാണ് ധനുര്യാഗം നിശ്ചയിച്ചു എന്ന് ഭാവത്തെ നാരദമഹർഷി പറഞ്ഞ് കംസനെ പ്രേരിപ്പിച്ച് നാരദന്റെ വാക്ക് കേട്ടാണ് അക്രൂരനെ ഇവിടെ അയച്ചു. അവിടെ പോയിട്ട് രാമകൃഷ്ണന്മാരെ കാരണം ഇവിടെ വെച്ച് വന്നിട്ട് അവരെ വധിക്കാൻ കംസൻ പറഞ്ഞു. ജരാസന്ധൻ ഇവിടെ ഉണ്ട്, വിവിധനുണ്ട്, പിന്നെ പുതിയ ഭരണം തുടങ്ങാം പറഞ്ഞപ്പോഴാണ് അക്രൂര പോയി വന്നു. അക്രൂരൻ പറഞ്ഞു, പോയി ഞാൻ ഒരു ബുദ്ധിമുട്ട്, പക്ഷേ വധിക്കാൻ പറ്റുമോ നിശ്ചയിക്കാൻ പറ്റും. എങ്കിലും ഈ കംസൻ തന്നെ ഭഗവാനെ കാണാൻ അക്രൂര തടസ്സമായെങ്കിൽ ഇതേ കംസൻ പറയാമെന്ന് തോന്നി.
അങ്ങനെ അക്രൂരൻ അവിടെത്തി. ഗോപി നന്ദഗോപരേശോദയെ കണ്ടു, ഗോപി ഗോപന്മാരെ കണ്ടു. അങ്ങനെ ഈ സന്ദേശത്തെ അറിയിച്ചപ്പം രാമകൃഷ്ണൻ നാളെ പോവാണ്, ഗോരസങ്ങൾ ധാരാളം വേണമെന്നൊക്കെ പറഞ്ഞൊക്കെ ഒരുക്കിയിട്ടാണ് ഗോപന്മാരോട് കൂടിയാണ് അന്ന് രാത്രി യശോദാദേവി കൊടുത്ത ഭക്ഷണവും കഴിച്ച് യശോദാദേവി പറയുന്ന രാമായണവും കേട്ട് കുടി ദേവാലോ കഴിഞ്ഞ് അത് ഭക്ഷണമൊക്കെ കൊടുത്ത് വഴിച്ചിന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കയ്യിൽ കൊടുത്ത് യശോദ പറഞ്ഞു, യാവ് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നു, എനിക്ക് കുട്ടികളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് അക്രൂരനോട് യശോദ പറഞ്ഞപ്പോഴാണ് എന്തിനാ കൊണ്ടുപോകുന്നത്. ഞാൻ അങ്ങോട്ട് വേണ്ടിയില്ലായിരുന്നു തോന്നി. ഞാൻ നോക്കിയപ്പോഴാണ് ഗോപികള് വലിയ വലിയായി നിൽക്കുന്നത്. അവര് കേട്ടു ഒരു ക്രൂരൻ വന്നു. കൃഷ്ണമണിയെ കൊണ്ടുപോകാൻ അക്രൂരൻ വരില്ല. വരുന്നയാള് അവര് ബ്രഹ്മാവിനെ ചീത്ത പറയുന്നുണ്ട്, ചിലര് ഭഗവാനെ ചീത്ത പറയുന്നുണ്ട്, ചിലര് തങ്ങളുടെ പ്രാരബ്ധം പറയുന്നുണ്ട്. അവസാനം അവര് പോവാൻ സമ്മതിക്കണ്ട വന്ന് തടയാൻ പുറപ്പെട്ടു. നിവാരയാമ സമുദിക്ക് ഭഗവാനെ പോവാൻ സമ്മതിക്കണ്ട. വൃദ്ധകളായ ഗോപികൾ പറഞ്ഞു, ഭഗവാൻ പോയി വരട്ടെ എന്ന് പറഞ്ഞു യാത്ര അയക്കാൻ തയ്യാറായി. അങ്ങനെ അക്രൂരനോട് ഭഗവാൻ തേര് വളരെ വേഗം പോരട്ടെ. അക്രൂരൻ ഒരു ദൂതനോട് അറിയിച്ചു, ഞാൻ ഇവിടെ വരാന്ന് അറിയിച്ചിട്ടാണ് വളരെ വേഗം തേരുകൾ പോയി. കാളിന്തിയും അഘനാശിനിയും എന്നാണ്. കാളിന്തി എന്ന് പറഞ്ഞാൽ തന്നെ ശ്രീധരൻ പറയും പാപം